ഇസ്മായിലാണോ? അതെ. ഇസ്മായിലിന്റെ വലിയൊരു പോലീസിലൊരു പരാതി വന്നിട്ടുണ്ടല്ലോ. എന്താണ് സാറേ? നീ ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആരാണ്? നീ അറിയില്ലേ? ഇല്ല സാറേ. നീ എത്ര പേരുടെ പുറകെ നടക്കുന്നുണ്ട്? ഞാൻ ആരും നടക്കല്ല. ആരും നടക്കണല്ലേ? നീ പോലീസിനെ പൊട്ടനാക്കാൻ നിക്കണ്ട കേട്ടാ. നീ പോലീസിനെ പൊട്ടനാക്കാൻ നിക്കണ്ട. നീ ജയിലിൽ പോകുമ്പോ മോനെ 10-14 വയസ്സായ കൊച്ചിന്റെ പുറകെ നടക്കാന്നത് അതിനെ ബുദ്ധിമുട്ടിക്കുന്ന റിട്ടേൺ പരാതി കൊച്ചിന്റെ മൊഴിയൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നീ ജയിലിൽ പോവും. 90 ദിവസം കഴിഞ്ഞിട്ട് നീ പുറത്ത് ജാമ്യം പോലും കിട്ടാൻ നിനക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? നിനക്ക് ഇപ്പൊ ആരാന്ന് മനസ്സിലായോ? നിനക്ക് ആരോ പറയാൻ നടക്കുന്ന നിനക്ക് മനസ്സിലായോ? മനസ്സിലായില്ലേ? മനസ്സിലായി സാറേ. നിന്റെ വാപ്പക്ക് എന്താ ജോലി? മീൻ പണി. മീൻ പണിയാ? എവിടെ എന്ത് മീൻ പണി? എവിടെ പോണു? പുഴയില് പോണ്. നിങ്ങളുടെ വീട്ടില് എത്ര മക്കളുണ്ട്? നിങ്ങള് 3 മക്കള്. ബാക്കിയുള്ളവരൊക്കെ? ബാക്കിയുള്ള 2 പെങ്ങന്മാരാണ്. അവര് കെട്ടിച്ച്. നിന്റെ പെങ്ങന്മാരെ പുറകെ ആണുങ്ങൾ നടന്നെ നീ സമ്മതിക്കോടാ? ഇല്ല. ഇല്ല സാറേ. സമ്മതിക്കോ? ഇല്ല. 14 വയസ്സും 15, 12 വയസ്സുള്ള പിള്ളേരെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചെന്ന് പറഞ്ഞാൽ 12 വയസ്സായിട്ടുള്ളൂ. നീ അതിന്റെ പുറകെ നടക്കണത് അല്ലടാ നീ? നിനക്കറിയോ അതിന്റെ ബുദ്ധിമുട്ട്? നിനക്ക് എത്ര വയസ്സായടാ? എനിക്ക് 19 വയസ്സായി. നീ ജയിലിൽ പോകാനുള്ള പ്രായപൂർത്തിയായി. നിനക്ക് 18 വയസ്സോടെ നിനക്ക് ജയിലിൽ പോകാനുള്ള യോഗ്യത ഉണ്ട് ഇപ്പൊ. നീ എന്താ ഉദ്ദേശിച്ചാക്കണ? നീ ഇല്ല സാറേ. നീ ഉണ്ടാവൂലെന്നാ? നിനക്ക് ആരാണ് അവളുടെ പുറകെ വരാനായിട്ട് നിന്നെ പ്രേരിപ്പിച്ചത്? ആരാണ് നിന്നെ പരിചയപ്പെടുത്തുന്നത്? അവളെ കാണിച്ചു തന്നത്? അവരെ കാണിച്ചു തന്നല്ലേ, ഞാൻ അവളെ കണ്ടതാണ് സ്കൂളിലോ? അതൊക്കെ എടാ നാണാവൂലടാ നിനക്കൊക്കെ? ഒരു 12 വയസ്സായ ഒരു കുഞ്ഞി പെങ്കൊച്ചിന് അതിന്റെ സംസാരം കേട്ടത് ഞങ്ങക്ക് പോലീസുകാർക്ക് സങ്കടമായി. ഒരു പൊടി കൊച്ചിന്റെ പുറകെ നടക്കണം നീയൊക്കെ. നിന്റെ എവിടെയാണ് നിന്റെ കറക്റ്റ് വീട്? എന്റെ വീട് ചിറ്റാറ്റുകര. എവിടെ? ഞങ്ങള് പോലീസുകാര് വേണ്ടി വന്നാൽ നിന്റെ വീട്ടിൽ വരും. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. അത് വേണ്ട. നിന്റെ വീട്ടിലേക്ക് വരട്ടെ. നിന്റെ വീട്ടിലൊന്ന് നിന്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടാ. നിന്റെ ഈ 19 വയസ്സിൽ 12 വയസ്സായ കൊച്ചിന്റെ പുറകെ നടക്കണ സദ്ഗുണം ഒന്ന് അറിയട്ടെ. നിന്റെ വീട്ടുകാരും കൂടെ ഒന്ന് അറിയട്ടെ. നിന്റെ പെങ്ങന്മാരെ അവരുടെ ഭർത്താക്കന്മാരൊക്കെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. നിന്റെ പരിപാടികളൊക്കെ ഒന്ന് അറിയട്ടെ ആൾക്കാര്. നീ ഏതുവരെ പഠിച്ചു? നീ? ഞാൻ പ്ലസ് ടു പാസ്സായോ നീ? ഇല്ല. നീ എങ്ങനെ പാസ്സാവും? നീ എങ്ങനെ പാസ്സാവും? 10, 11, 12 വയസ്സുള്ള കൊച്ചു പെമ്പിള്ളേരുടെ പുറകെ നടന്ന നീ എങ്ങനെ പാസ്സാവൂടാ? ഇവിടെ പൊന്നുമോനെ, നീയൊക്കെ വല്ലതൊക്കെ പഠിച്ചൊരു ജോലി മേടിച്ച് രക്ഷപ്പെടാൻ നോക്ക്. നിന്നൊക്കെ പുഴയില് കഷ്ടപ്പെട്ട് മീൻ പിടിച്ചും വളർത്തണം. നിന്റെ വാപ്പനെയും ഉമ്മനെയും ആലോചിച്ചിട്ടെങ്കിലും നീയൊക്കെ ഒന്ന് മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. അല്ലെങ്കിൽ നാട്ടുകാർ കൈകാലം തല്ലി ഓടിക്കുന്നുണ്ട്. ഞങ്ങള് പോലീസുകാർ വേണമെന്നില്ല. ഇങ്ങനത്തെ പരിപാടി കാണിക്കാൻ നിന്നാല് നാട്ടുകാര് നിന്റെയൊക്കെ കൈകാലം തല്ലി ഓടിക്കും. അപ്പോഴും നിന്നെ വളർത്തി വലുതാക്കി നിന്റെ ഉമ്മയും വാപ്പയായിരിക്കുള്ളൂ ചങ്ക് പൊട്ടിക്കറിയാൻ പോണത്. ഇത് നിനക്കിതൊരു അവസരമാണ്. ഞങ്ങൾ തന്നെ കേട്ടാ. ഞാൻ തരാൻ നിനക്കൊരു അവസരമാണ്. ഇനി മേലാല് ആ പെങ്കൊച്ചിന്റെ പുറകെ എങ്ങനെ നീ പോയിന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ മനസ്സിലാവണ്ട നിനക്ക്? ഈ പോലീസ് എന്താന്ന് അറിയും. പറഞ്ഞ മനസ്സിലായോ നിനക്ക്? കൃത്യമായി മനസ്സിലായോ? മനസ്സിലായി. ഇനി മേലാല് ആ കൊച്ചിന്റെ സംസാരം കേട്ടത് എനിക്കൊക്കെ സങ്കടം വന്നു. എടാ ചെറിയൊരു 12 വയസ്സ്, അതിന് പേടിച്ചിട്ട് പുറത്തിറങ്ങണില്ല കൊച്ച്. അതിന്റെ അമ്മ അതിനേക്കാൾ കൂടുതൽ സങ്കടത്തില്. എന്റെ വീട് പറവൂരാ. എനിക്ക് നിന്റെ വീട് അറിയാനൊക്കെ എനിക്ക് കണ്ടുപിടിക്കാൻ വലിയ സമയമൊന്നും വേണ്ട. ഹലോ. നിന്റെ വീട്ടിൽ ഞങ്ങൾ വരണ്ട. എന്തായാലും നിന്റെ വാപ്പനെയും ഉമ്മാനെയും കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ധരിപ്പിക്കുന്നുണ്ട് കേട്ടാ. വാപ്പാനായിട്ട് വരണ്ട. നിന്റെ നാട്ടിലുള്ളവർ അറിയട്ടെ നിന്റെ ഈ സ്വഭാവം. മറ്റുള്ളവരും കൂടെ അറിയണമല്ലോ.
എന്നാലല്ലേ നാട്ടുകാർക്കൊക്കെ അവർക്ക് അവരുടെ മക്കളെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. നിന്നെ പോലുള്ള അവന്മാരുടെ ഒക്കെ നാട്ടുകാരെ ഇടങ്ങേറാന്ന് എനിക്ക് അറിയാപ്പോ. നാട്ടുകാരെ ഇടങ്ങേറാന്ന് എനിക്ക് അറിയാം. അപ്പൊ അതുപോലെ ആ ബുദ്ധിമുട്ട് നീയൊന്നും അനുഭവിക്ക്. ആ പെൺകൊച്ചും അതിന്റെ ഉമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കുറച്ച് ദിവസങ്ങളായിട്ട്. അവരൊരു പാവപ്പെട്ട വീട്ടിലൊരു സ്ത്രീ, ഒരു പാവപ്പെട്ട വീട്ടിലൊരു സ്ത്രീ, അവർക്ക് ആരോട് പറയണം എന്ത് പറയണമെന്ന് അറിയില്ല. 12 വയസ്സായ കൊച്ചിന്റെ അതിന്റെ ഭാവി നോക്കണം. എന്റെ കൂടെ പഠിച്ച ഒരു ക്ലാസ്മേറ്റിനോട് ആ സ്ത്രീന്ന് സങ്കടം പറഞ്ഞപ്പോ അവര് ആണ് എന്റെ നമ്പർ കൊടുത്തവർ. ഇത് നിനക്കൊരു ലാസ്റ്റ് വാണിംഗ് ആട്ടാ. വെരി ഫൈനൽ വാണിംഗ് ആണ് നിനക്ക്. നീ ഇവളുടെ മാത്രല്ല, ഇനി ഏതെങ്കിലും പെണ്ണുങ്ങളുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയാം. ഞങ്ങൾ വേണമെങ്കിൽ നീ അത്ര ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ വേണമെങ്കിൽ നിന്റെ വീട്ടിലോട്ട് വന്നോളാം ആവശ്യം ഉണ്ടെങ്കിൽ. അപ്പൊ നിനക്ക് നാണക്കേടുണ്ടല്ലോടാ. നീ പുറകടന്നപ്പോ ആ പെങ്കൊച്ചിനുണ്ടാ മാനം. അതിന്റെ പാവപ്പെട്ടവരാണെങ്കിൽ അവർക്കും ആ കുഞ്ഞു കൊച്ചിനുണ്ട് മാനം. നീ സ്ഥിരം അതിന്റെ പുറകെ നടക്കണത് നാട്ടുകാർ മുഴുവൻ കണ്ടിട്ടുണ്ട്, അറിയോ? സ്ഥിരം നടക്കാറില്ല സാറേ. നടക്കാറില്ല. സ്ഥിരമൊന്നും നടന്നിട്ടില്ല സാറേ. എനിക്ക് എങ്ങനെ തോന്നിയടാ ഒരു 12 വയസ്സായ കൊച്ചിന്റെ പുറകെ നടക്കാനായിട്ട്? അതിന് പുറകെ നടന്ന് അതിനെ ശല്യം ചെയ്യാനോ അതിന്റെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിക്കാനൊക്കെ? നിന്റെ കൂടെ വന്ന പയ്യന്റെ പേരെന്താ? എന്റെ കൂടെ വരുന്ന കൂട്ടുകാരന്മാരാണ്. അവന്മാരുടെ പേരെന്താണ്? അവന്മാരല്ല മാറുമാരെ ഏതെങ്കിലൊക്കെ ആയിട്ടായിരിക്കും വന്നത്. ആരൊക്കെയാണ് വരണത്? ആരൊക്കെ വരണത് നിന്റെ കൂടെ? എന്റെ കൂട്ടുകാരനൊന്നും ഞാൻ പറയാൻ മായി. പേര് പറടാ. പേര് ഉബൈദ് എന്നൊക്കെ പറയണം. ഉബൈദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉബൈദൊക്കെയാണ് വരാറ്. വേറെ ആരാണ് കൂടെ വരാറ്? വേറെ ആരല്ലോ ഉബൈദ് അജ്മലി അങ്ങനെയൊക്കെ വരാറുള്ളൂ. ഞാൻ നോക്കട്ടെ. ഞാൻ വേണ്ടി വന്നാൽ പറവൂർ എസ്ഐനെ വിളിച്ച് പറയും. പറവൂർ എസ്ഐനെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. അല്ലെങ്കിൽ വടക്കേക്കര എസ്ഐ ഷിബു സാറിനെ വിളിച്ചു പറഞ്ഞ നിന്റെ എല്ലൂര് അയാള് മനസ്സിലായി. ഷിബു സാറിനെ ഞാൻ വിളിച്ചു പറയുന്നുണ്ട്. ആവശ്യം വന്നാൽ വിളിച്ചു പറയാം. ഞാൻ ഫോർട്ട് കൊച്ചി സ്റ്റേഷനിലെ പോലീസുകാരനാണ്. എനിക്ക് പരിപാടി ഉണ്ട്. നിന്റെ ഉമ്മയുടെ വീട്ടിൽ ഞാൻ വേണ്ടി വന്നാൽ പോവാം എന്ന് പറയാം. എന്തായാലും ഞാൻ വടക്കേക്കര എസ്ഐനെ വിളിച്ച് വിവരം പറയണ്ട. നിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഷിബു സാറിനെ വിളിച്ച് വിവരം പറയണം. എനിക്ക് നിന്റെ മാമന്റെ ഇതൊന്നും വേണ്ട, നിന്റെ മാത്രം മതി. ശരി, ഇനി മേലാല് നീ ആ പെങ്കൊച്ചിന്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ ശരി വെച്ചോ നീ എന്നാല്. ഓക്കെ.